നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാത്രി കേരളം കേട്ടത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. അച്ഛനെയും അമ്മയെയും സ്വന്തം മകൻ കൊലപ്പെടുത്തിയ ആ വാർത്ത. ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം കടക്കുന്നത്. ഇടുക്കി എഴുകുംവയലിലാണ് സംഭവം നടന്നത്. ഈ പ്രതി, അതായത് ഈ മകൻ അജീഷിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അജീഷ് ലഹരിക്ക് അടിമ എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന നിഗമനങ്ങൾ. ദൈവം വിളിച്ചതുകൊണ്ട് അച്ഛനെയും അമ്മയും ദൈവസന്നിധിയിലേക്ക് അയച്ചു എന്നൊരു വിചിത്ര മൊഴിയാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്നത്. എഴുകുംവയൽ സ്വദേശി ആന്റണി, ഭാര്യ വത്സമ്മ എന്നിവരെയാണ് ഇന്നലെ രാത്രി 9:30 മകൻ അജീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. മരണമുറപ്പിച്ച ശേഷം ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി വിദേശത്തുള്ള ബന്ധുവായ വൈദികന് അയച്ചു കൊടുത്തിരുന്നു. പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പ്രതി നൽകുന്നത് എന്നും മനസ്സിലാക്കി. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ കണ്ടതാ, ഇത് എനിക്ക് വെച്ച പണിയാ. ഇത് ഒന്നേ കൊന്നു കളഞ്ഞോ? അമ്മച്ചി ഉണ്ടോ? ഈ തുണിയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ അല്ലായിരുന്നോ രാജീഷേ? എന്താ രാജീഷേ? കൊലപാതക സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ആന്റണിയുടെ അമ്മയെ പ്രതി ആക്രമിച്ചില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് ഇറങ്ങി വരാമെന്ന് പറഞ്ഞപ്പം ഞാനും അച്ഛനും ഉണ്ട്, പിന്നെ തൊട്ട് അടുത്ത അയൽവക്കക്കാർ ഒരു 3-4 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ശാലം വിഷയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കഥക് തുറന്നു കിടപ്പുണ്ട്. ഇവനെ രക്തത്തിൽ കുളിച്ച് ഇവന്റെ കയ്യിലെല്ലാം രക്തമാണ്. ഇവനൊരു കൊന്ത കൈ പിടിച്ചിട്ടുണ്ട്. കൊന്തയും പിടിച്ചിട്ട് ഇവന് ഒച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പം ചെല്ലുന്ന പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ ചോദിച്ചു എന്നാണ് സംഭവിച്ചത്, എന്നാ ചോദിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ ഈ വീട്ടിലെ പിശാചുക്കളെല്ലാം ബഹിഷ്കരിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടുള്ളത്. അങ്ങനെയുള്ള സംസാരമാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഏതാണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെല്ലാം ഇവനിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ അകത്തോട്ട് നോക്കി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് സ്തംഭിച്ചു പോയി. അകത്ത് രക്തത്തിൽ കുളിച്ച് ഈ പറഞ്ഞ അപ്പച്ചൻ നിലത്ത് കിടക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഈ ഏകദേശം നിശ്ചലമായിട്ടൊരു അവസ്ഥയിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ കൂടുതലുള്ള ഒരാൾ ഇവനെ പെട്ടെന്ന് പിടിച്ച് ഇവനെ ഇരുത്തി അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നു. അപ്പം എന്നുവെച്ച് ഞാനും വികാരിച്ചനോടെ ഞങ്ങൾ 2 പേരോട് കൂടി അകത്ത് കയറി ചെന്ന് നോക്കി, ബോഡി നോക്കി, പൾസുണ്ടോ, ജീവനുണ്ടോ എന്ന് നോക്കി. ജീവന് നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, നിന്റെ അമ്മ എന്തി ചോദിച്ചു. പറഞ്ഞു അമ്മ അടുത്ത മുറിയിലുണ്ടെന്ന് പറഞ്ഞു. കാണിച്ചു തന്നു. അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ കട്ടിലേല് എൻ്റെ അമ്മ വത്സമ്മ എന്ന് പറഞ്ഞ ആള് കിടക്കുക. പൾസ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതും നിശ്ചലമായിരുന്നു. പ്രിൻസിന്റെ വിശദാംശങ്ങളുമായി. പ്രിൻസ്, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇയാൾ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്നത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇയാളുടെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ അയച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ വ്യക്തിയുടെ പ്രേരണ ഈ കൊലപാതകത്തിൽ ഈ ബന്ധം ഉണ്ടായതായിട്ടെന്തെങ്കിലും അനുമാനിക്കണമോ? 2, ഇയാൾ ഈ ലഹരിക്ക് അടിമയാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസവും ഇയാൾ ലഹരിയിലായിരുന്നു ഈ ആക്രമണം നടത്തിയത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. കഴിഞ്ഞ രാത്രിയിലാണ് എഴുകുംവയൽ എന്ന മലയോരം ഗ്രാമത്തിനെ തെറ്റിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം അരങ്ങേറിയത്. അതിനുശേഷം കൃത്യം നിർവഹിച്ച ശേഷം പ്രതി തന്നെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി ബന്ധുവിനയക്കുകയും തുടർന്ന് പ്രദേശത്തെ വൈദികൻ നാട്ടുകാരെയും കൂട്ടി ഇവിടെ എത്തുകയുമായിരുന്നു. അങ്ങനെയാണ് ഇത് വിവരം പുറം ലോകത്തേക്ക് അറിയുന്നത്. ഈ സംഭവം നടത്തിയ ശേഷമാണ് ഈ വിവരം മൊബൈൽ ചിത്രം പകർത്തിയ ശേഷമാണ് ബന്ധുവിനെ വിവരം അറിയിക്കുന്നത്. എന്തായാലും ഈ നാട്ടുകാർ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ രക്തത്തിൽ കുളിച്ചൊരവസ്ഥയിലായിരുന്നു ഈ പ്രതിയായ അജീഷ് വീട്ടിലുണ്ടായിരുന്നത്. അയാൾ നാട്ടുകാരോട് പറഞ്ഞു തന്റെ പിതാവിനെ ഒക്കെ മാതാപിതാക്കളെ അതായത് ദൈവസന്നിധിയിലേക്ക് അയച്ചു. അങ്ങനെയുള്ള ഒരു മൊഴിയാണ് ഇയാൾ നാട്ടുകാരോട് പറഞ്ഞത്. അതായത് പാപികളായ ആളുകളെ ഞാൻ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ദൈവസന്നിധിയിലേക്ക് അയച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു മൊഴി പറയുകയായിരുന്നു. ആദ്യം ഈ പിതാവിന്റെ മൃതദേഹമാണ് നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് മാതാവിന്റെ എന്ന് ചോദിച്ചപ്പോഴാണ് അടുത്ത മുറിയിൽ ഉണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും 2 പേരും മരണപ്പെട്ടിരുന്നു. നാട്ടുകാർ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ 2 പേരും മരണപ്പെട്ടിരുന്നു. ഒപ്പം പ്രായമായ അതായത് ആന്റണിയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇവരെ ഒന്നും ചെയ്തില്ല. അതായത് ഇവർക്ക്
കേൾവിശക്തിക്ക് അല്പം കുറവുള്ള ഒരു വ്യക്തിയാണ്. അപ്പം കാഴ്ചശക്തിക്കും കുറവുണ്ട്. അയാൾ വീടിന്റെ മറ്റൊരു മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ വിവരമൊന്നും പുറത്തേക്ക് അറിഞ്ഞില്ല. തുടർന്ന് നാട്ടുകാരെത്തി ഇവരെ അയൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രതി വർഷങ്ങളായി ലഹരിക്ക് അടിമയായിരുന്നു എന്നതാണ് നാട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പ്രതി വലിയ തോതിൽ ലഹരി ഉപയോഗിക്കുകയും തുടർന്ന് വീട്ടിലൊക്കെ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ തോതിൽ ഇത്തരത്തിൽ സ്ഥിരമായി പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായതോടെ ഇവരെ ഈ പ്രതിയെ മുൻപ് ലഹരി വിമുക്ത ചികിത്സയ്ക്കായി അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ 2 മാസത്തോളം അത്തരത്തിലുള്ള ചികിത്സയൊക്കെ ഇയാൾ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നത്. വീണ്ടും ലഹരി ഉപയോഗം തുടങ്ങി എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ രാത്രിയിലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത്. വലിയ തോതിൽ ഒരു പ്രകോപനം ഉണ്ടാകുകയും അത്തരത്തിൽ അതിക്രൂരമായാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. പിതാവിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് ചാടിയ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം മാതാവിന്റെ കട്ടിന് താഴെയൊക്കെ കുത്തുകൾ ഏൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടാണ് ഇരുവരെയും കൊലപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ഇന്ന് ഈ സംഭവം നടന്ന ഏതാനും മണിക്കൂറിൽ തന്നെ നെടുങ്കണ്ടം പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അപ്പം തുടർന്ന് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിലായി മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് പ്രതിയെ ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ എന്നാൽ പ്രതി ഈ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മറന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളൊക്കെയാണ് ഈ സമയത്ത് നടത്തുന്നത്. അതായത് തന്റെ അമ്മ എവിടെ എന്ന രീതിയിൽ അയാൾ ചോദിക്കുന്നു. അപ്പം ഈ സാധനങ്ങളൊന്നും ഇങ്ങനെയായിരുന്നില്ല, ഇത് മറ്റു രീതിയിലായിരുന്നു, ഇതൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ടി വരുത്തി തീർത്താണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാൾ പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ മാറുന്നത്. എന്തായാലും ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ കൃത്യം നടത്തിയ ശേഷം പ്രതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരോട് ദൈവസന്നിധിയിലേക്ക് ഇവരെ പറഞ്ഞയച്ചേക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് തെളിവെടുപ്പിനായി പോലീസ് എത്തിയപ്പോൾ അയാൾ പറയുന്നത് തന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പം തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, തനിക്കിതിൽ പങ്കില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഇയാൾ നടക്കുന്നു. എന്തായാലും അതിക്രൂരമായ രീതിയിലാണ് ഈ എഴുകുമ്പയിൽ മാതാപിതാക്കളെ പ്രതി കൊലപ്പെടുത്തിയത്. ലഹരിക്ക് അടിമയായിരുന്നു തന്നെയാണ് ഇയാൾക്ക് നാളുകളിൽ നമുക്കറിയാൻ കഴിയുന്നത്. കാലങ്ങളായി സ്ഥിരമായി അമിതമായി മദ്യപിക്കുകയും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് കൂടുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. കാരണം മറ്റു കാരണങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് വ്യക്തത വരും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഹരി പ്രിൻസ്, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നതുമായി ബന്ധപ്പെട്ടും ഈ വിദേശത്തായിട്ടുള്ള ഈ ബന്ധു ഒരു വൈദികൻ അയച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? ഈ ബന്ധു ആരാണ്? ഇയാളുടെ നിർദ്ദേശപ്രകാരമാണോ ഇത് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരസ്പര വിരുദ്ധമായ മൊഴിയും സംബന്ധിച്ചും ഒരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ. കാരണം ഇന്ന് തെളിവെടുപ്പിന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഉൾപ്പെടെ വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ്. ഒരു തരത്തിലും സാധാരണ ഈ കാണുന്ന തരത്തിലുള്ള ശരീരഭാഷയല്ല. അപ്പോൾ അതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ ഇത് ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ചെയ്തതാണോ? ഇന്ന് അയാൾ മൊഴി മാറ്റി പറയുന്നു. ഇത് എന്താണ് സംഭവിക്കുന്നതെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരി, ഈ കൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും പങ്ക് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതിയായ അജീഷ് ഒറ്റയ്ക്ക് നടത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാരെങ്കിലും ഇയാൾ ഇതിനകത്ത് ബന്ധപ്പെടുത്തിയതായി മനസ്സിലാകുന്നില്ല. കാരണം പ്രായമായൊരു അമ്മ മാത്രമാണ് ഇവരെ കൂടാതെ വീട്ടിലുണ്ടായിരുന്നത്. പിതാവ് ജംഗ്ഷനിലൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്കായി പോയി മടങ്ങി വന്നപ്പോഴേക്കും അമ്മയെ കൊലപ്പെടുത്തിയിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മറ്റ് ബന്ധുക്കൾക്ക് ഇയാൾ അയച്ചിരുന്നെങ്കിൽ പോലും ഈ ബന്ധുക്കളുമായി മറ്റ് പല ഇവരുടെ മാതാപിതാക്കളുമായിട്ടൊക്കെ ഈ ലഹരി വിരുദ്ധ കേന്ദ്രത്തിലേക്ക് ഇയാൾ അയച്ചതുമായി സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായിരുന്നു. അത് നിരന്തരം ഇയാളത് ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ഈ ലഹരി ഉപയോഗം നിർത്തുന്നതിന് വേണ്ടി ഇയാൾ അയച്ചൊരു സാഹചര്യത്തിൽ പല ബന്ധുക്കളും ഇത്തരത്തിലൊക്കെ ഇയാൾ പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ ഈ ചിത്രങ്ങൾ പകർത്തി അതിനുശേഷം കൃത്യം നിർവഹിച്ച ശേഷം ചിത്രങ്ങൾ പകർത്തി ഇയാൾ അയച്ചതാവാം എന്നാണ് പ്രാഥമികമായ നിഗമനം. എന്നാലും മറ്റാർക്കെങ്കിലും ഈ കാര്യത്തിൽ പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചതൊക്കെ വിശദമായ അന്വേഷണം നടത്തും. പ്രത്യേകിച്ചും ഈ വലിയൊരു കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നത്. വലിയ അതിക്രൂരമായാണ് ഇരുവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. വലിയ പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ കൃത്യം നടത്തിയ ഇയാൾ ആവർത്തിച്ച് പറയുന്നത് തന്നെ ഇപ്പോൾ കുടുക്കിയതാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ പറയുന്നത് അയാളല്ല ഈ കൃത്യം ചെയ്തത് എന്നത് സംബന്ധിച്ചാണോ ഇപ്പോൾ അയാൾ പറയുന്ന മൊഴി? അതായത് അയാളെ കുടുക്കിയതാണ്, ഇത് മറ്റാരോ ചെയ്ത കൊലപാതകമാണ്, ഇയാൾക്ക് ഇതിൽ പങ്കില്ല എന്നാണോ? ഹരി, നിലവിൽ അയാളുടെ മൊഴി അല്ലെങ്കിൽ അയാൾ തെളിവെടുപ്പിന് അയാൾ കൊണ്ടുവരുന്ന സമയത്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ കുടുക്കിയതാണ് എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വീട്ടിലെ സാധനങ്ങൾ ഇങ്ങനെയൊന്നും അല്ല കിടന്നത്. അതോടൊപ്പം തന്നെ അമ്മ എവിടെ എന്നൊക്കെ ഇയാൾ ഈ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ ഈ സംഭവം അറിഞ്ഞ് നാട്ടുകാർ എത്തുമ്പോഴേക്കും ഇയാൾ തന്റെ മാതാപിതാക്കളെ പാപികളായിരുന്ന അവരെ ദൈവ നിർദ്ദേശപ്രകാരം
പകരം ദൈവസന്നിധിയിലേക്ക് പറഞ്ഞയച്ചിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള മൊഴികളുമൊക്കെ പോലീസ് വ്യക്തമായ രീതിയിൽ താൻ ഈ കൃത്യം അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായി ഇയാൾ കാര്യങ്ങളിൽ, അതായത് ലഹരി ഉപയോഗം മൂലം പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ വേണം നമുക്ക് അനുമാനിക്കാൻ. പ്രത്യേകിച്ചും നാട്ടുകാർ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. വലിയ തോതിൽ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു, മദ്യപിച്ചിരുന്നു, പതിവായി ഇയാൾ മദ്യപിച്ചിരുന്നു. ചെറുപ്പക്കാരാണെങ്കിൽ പോലും വർഷങ്ങളായി ഇയാൾ സ്ഥിരമായി മദ്യപിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ലഹരി വിദഗ്ധ കേന്ദ്രത്തിലേക്ക് ഇയാൾ അയച്ചതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പല ബന്ധുക്കളുമായിട്ട് ഇതുവഴി ഇയാളെ സംബന്ധിച്ച് തർക്കം ഉണ്ടാക്കിയിരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷം ഈ ലഹരി വിദഗ്ധ കേന്ദ്രത്തിൽ തിരികെ എത്തിയ ശേഷം ഇയാൾ ലഹരി അമിതമായി ഉപയോഗിച്ചിരിക്കുന്നില്ല എന്നൊക്കെ നാട്ടുകാരിൽ ചിലരോട് പറഞ്ഞിരുന്നതായും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മുഖാന്തരമൊക്കെ ഞാൻ ലഹരി ഉപയോഗം കുറച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നതായും പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇയാൾ അമിതമായി ലഹരി ഉപയോഗിച്ചിരുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നിരുന്നത്. മദ്യമാണോ അല്ലെങ്കിൽ മദ്യമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? എപ്പോഴായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടക്കുക? ഹരി നിലവിൽ വീട്ടിലെത്തി പ്രാഥമികമായ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി കോടതിയിൽ ഹാജരാക്കണം, അതിനുള്ള നടപടികൾ ഉണ്ടാവണം. എന്തായാലും മറ്റ് വൈദ്യപരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം വരും ദിവസങ്ങളായിരിക്കും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും വിശദമായ ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാവുക, മറ്റ് കാരണങ്ങൾ ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുക. എന്തായാലും ഇപ്പോഴും ഇയാൾ കൃത്യമായ കാര്യങ്ങൾ പറയുന്നില്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചും പോലീസുകാരുമായിട്ടും ഒക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ തെളിവെടുപ്പിനായി മേഖലയിലേക്ക് വീട്ടിലേക്ക് എത്തിച്ചപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ കൃത്യമായി ഇയാളിൽ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനായി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടി വരും. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി അത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും പോലീസ് ശ്രമിക്കുന്നത്. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിനായി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് സംബന്ധിച്ചും വ്യക്തമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാർ പറയുന്നത് ഇയാൾ അധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. കൃത്യമായി പിതാവിന്റെ കൂട്ടത്തിൽ കാർഷിക ജോലികൾക്കൊക്കെ ചെയ്തിരുന്നു. ഒപ്പം പശു വളർത്തലൊക്കെ, കന്നാലി വളർത്തൽ പോലുള്ള ജോലികൾ ഈ വീട്ടുകാർ ചെയ്തിരുന്നു. അതുമായി അനുബന്ധിച്ച് ഉള്ള ജോലികൾ സഹായങ്ങളും ഒക്കെ ഇയാൾ ചെയ്തിരുന്നതായിട്ടും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മദ്യപിച്ചുള്ള ബഹളങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അത് നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏതാനും നാളുകളായി വീട്ടുകാർ സ്വീകരിച്ചിരുന്നു, കുടുംബക്കാരൊക്കെ സ്വീകരിച്ചിരുന്നു. അതിന്മേലുള്ള ചില അമർഷങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു. പലരോടും അത്തരത്തിൽ അയാൾ ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല ബന്ധുക്കളെയും ഒക്കെ അയാൾ ഇത്തരത്തിൽ ദേഷ്യപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഈ സംഭവമായി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ലഹരി ഉപയോഗം തന്നെയാണ് ഇയാൾ ഇത്തരത്തിലൊരു ക്രൂരമായ ിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടി വരും. എന്തായാലും ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലുകൾ മാത്രമേ സാധിക്കുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പരസ്പര വിരുദ്ധമായ ഒരു കാര്യങ്ങളാണ് ഈ പ്രതിയായ അജീഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലൊക്കെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും അത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക. ഹരി, ശരി, വ്യക്തമാണ്. എന്തായാലും തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചും അറിയേണ്ടതുണ്ട്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതി പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറ്റം സമ്മതിച്ച വ്യക്തി ഇന്ന് അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു. സാധനങ്ങൾ ഇങ്ങനെയല്ല വീട്ടിലുണ്ടായിരുന്നതെന്ന് പറയുന്നു. ഇത് തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണെന്ന് ഉൾപ്പെടെയാണ് ഈ പ്രതി പറയുന്നത്. എന്തായാലും ഇടുക്കിയിലെ ഇരട്ടക്കൊലപാതകത്തിൽ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. പ്രിൻസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക് പോകുന്നു, മടങ്ങി. ഹൈഡ്രോപ്ലെയിനിങ്ങിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ്. മണിക്കൂറിൽ 60-70 കിലോമീറ്റർ വേഗത ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന് പുറമെ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സൂചന ബലപ്പെടുന്നു. മരണത്തിന് ശേഷം ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി കൈക്കലാക്കിയതിൽ ആലപ്പുഴ കോടതിയിലടക്കം തിരിമറി നടന്നതായാണ് കണ്ടെത്തൽ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ബിന്ദുവിന്റെ കുടുംബം നൽകിയ പരാതിയിൽ ബിന്ദു പത്മനാഭന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടിൽ അനുകൂല കോടതി വിധി സമ്പാദിച്ച് ഭൂമി വാങ്ങിയ സതീശന് ആലപ്പുഴ കോടതി നോട്ടീസ് അയച്ചു. 2006 കൊല്ലപ്പെട്ട ബിന്ദു 2007 വസ്തു ഇടപാടിനെ സംബന്ധിച്ച് ആലപ്പുഴ കോടതി അയച്ച സമൻസ് എങ്ങനെ കൈപ്പറ്റി എന്നതുൾപ്പെടെ ഞെട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. 6 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കേസ് കൊടുത്തു. പിന്നെ അതിൻ്റെ വിധി 4 വർഷം കഴിഞ്ഞ് വന്നു. ഇതൊക്കെ കുറച്ചൊരു പ്രാവശ്യം പറഞ്ഞു. ബന്ധു വീട്ടിലിരുന്നു.
സെബാസ്റ്റിന് വീട്ടിലിരുന്നു. ഞങ്ങളിവിടെ കണ്ട് അന്ന് ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അന്നല്ല ബിന്ദു വീട്ടിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതാണോ അതോ ചേട്ടൻ കണ്ടു? എന്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. ബിന്ദു പത്മനാഭൻ കേസിൽ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല, സെബാസ്റ്റ്യന് കൂട്ടാളികളുണ്ട്. ഇതിൽ സതീശിന് കൃത്യമായ പങ്കുള്ളതായി ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യാജരേഖകളടക്കം ചമച്ചുകൊണ്ടാണ് ബിന്ദുവിന്റെ ഭൂമി സതീശൻ തട്ടിയെടുത്തിട്ടുള്ളത്. അതിൽ മുതിർന്ന അഭിഭാഷകരടക്കമാണ് ഇതിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒരു അഭിഭാഷകന്റെ പേരിലേക്കാണ് പിന്നീട് അത് കൈമാറ്റം ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ മുതിർന്ന അഭിഭാഷകരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കോടതി ജീവനക്കാരും അടക്കം ഇതിൽ കണ്ണികളായിട്ടുണ്ട്. സതീശൻ ചേർത്തലയിലെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഭൂമാഫിയ ഉണ്ടെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ബിന്ദു പത്മനാഭൻ തിരോധാന ആക്ഷൻ കൗൺസിൽ പ്രതി എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കിലേക്ക് ഒരു വലിയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ഒരു വലിയ ഗൂഢാലോചന, അതിന് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ ആരെല്ലാം ആണ് എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ പേരുകളിലേക്ക് ഇത് നീങ്ങുകയാണെന്നുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കാരണം 2006 ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2007 എങ്ങനെയാണ് കൈപ്പറ്റുക, ഭൂമി ഇടപാട് സംബന്ധിച്ച് വസ്തു ഇടപാടിനെ സംബന്ധിച്ച് എങ്ങനെയാണ് സമൻസ് കൈപ്പറ്റുക എന്നുൾപ്പെടെയുള്ള ഞെട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളും നിൽക്കുകയാണ്. എന്തായാലും ഒരു വലിയ ടേണിലേക്ക് ഈ കേസ് നീങ്ങുകയാണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തമായ ധാരണകളാണ് നമുക്ക് തെളിവ് സഹിതം കിട്ടുന്നത്. അതിൽ 2007 സമൻസ് കൈപ്പറ്റിയത് ഉൾപ്പെടെയുള്ള തെളിവുകൾ നിൽക്കുമ്പോഴാണ് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനാ ശ്രമങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് എന്ന് ചൂണ്ടിക്കാട്ടി ബിന്ദുവിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചും ഒരു ചോദ്യചിഹ്നത്തിലേക്ക് നിൽക്കുന്നു. ശരണ്യ സ്നേഹിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, ഒരു വലിയ ഗൂഢാലോചന, ഒരു ഭൂമാഫിയ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇത് ഒരാളിലേക്ക് മാത്രം നിൽക്കുന്നതല്ല. സതീശന്റെ പേരിൽ ഉൾപ്പെടെയുള്ളവ ചോദ്യചിഹ്നത്തിൽ നിൽക്കുമ്പോഴേക്കും സ്വത്ത് തട്ടിയെടുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്ന് അനുമാനിക്കേണ്ടി വരുമോ ഈ ഘട്ടത്തിൽ? ഹരി, തുടക്കം മുതൽ തന്നെ ഈ കേസിനകത്ത് ഭൂമാഫിയയുടെ ബന്ധത്തെ സംബന്ധിച്ച സംശയങ്ങൾ നിലനിന്നു. കാരണം വലിയ തോതിലാണ് ബിന്ദു പത്മനാഭന്റെ ഭൂമി ഈ കേസുമായി ബന്ധപ്പെട്ട് തട്ടിയെടുത്തിട്ടുള്ളത്. അതായത് ബിന്ദു കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് പോലും വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനുള്ളിൽ തന്നെ ബിന്ദുവിന്റെ പേരിലുള്ള എല്ലാ ഭൂമിയും സാധാരണ ഒരാൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് പല രേഖകളിലടക്കം തിരിമറി നടത്തിയാണ് പല ആളുകളെ വ്യാജമായി ബിന്ദു എന്ന പേരിൽ കൊണ്ടുവന്നൊക്കെ ഹാജരാക്കി രജിസ്ട്രേഷൻ ഓഫീസിലൊക്കെ കൊണ്ടുവന്നാണ് ഇതിനു മുമ്പ് ബിന്ദുവിന്റെ ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള കണ്ണായ ഭൂമി ഉൾപ്പെടെ തട്ടിയെടുത്തിട്ടുള്ളത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐഷ, സെബാസ്റ്റിന്റെ ആദ്യകാല കൊലപാതകങ്ങൾ എന്ന് പോലീസ് പറയുന്ന ഐഷ ബിന്ദു പത്മനാഭൻ കേസുകളിൽ രണ്ടിലും ഈ സ്ഥലം ഇടപാടുകൾ പ്രധാന ഘടകമായി മാറിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുറമെ ഈ രണ്ട് കേസുകൾ, ഇപ്പോൾ ഐഷ തിരോധാന കേസിൽ പോലീസ് കൂടുതൽ കാര്യങ്ങൾ തേടി വരികയാണ്. അതിനപ്പുറത്തേക്ക് ഐഷയും ബിന്ദു പത്മനാഭനും ഏറ്റവും ഒടുവിൽ ഏറ്റുമാനൂരിലേക്ക് വരികയാണെങ്കിൽ ഏറ്റുമാനൂരിലെ കൊല്ലപ്പെട്ട ഉൾപ്പെടെയുള്ള നിരവധി സ്ത്രീകൾ, 4ഓളം സ്ത്രീകൾ കൊല്ലപ്പെട്ട കേസിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തടവിൽ ഉള്ളത്. അതിൽ ബിന്ദു പത്മനാഭൻ എന്ന ആദ്യത്തെ ഇരയെ സംബന്ധിച്ചിട്ടുള്ള നിർണായകമായ വിവരങ്ങൾ ഈ കേസിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ കോടതിയിൽ നിന്ന് പോയൊരു സമൻസ് ആണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത്. അതായത് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടത് 2006 ആണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2006 ബിന്ദു പത്മനാഭന്റെ അമ്പലപ്പുഴയിലെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം കൈക്കലാക്കുന്നതിന് വേണ്ടി സീരിയൽ കില്ലറായ സെബാസ്റ്റ്യൻ ബിന്ദുവിനെ കൊലപ്പെടുത്തി, 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ബിന്ദുവിന്റെ ഭൂമിക്ക്, അമ്പലപ്പുഴയിലെ ഭൂമിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവരിലും സംശയമുളവാക്കുന്നതായിരുന്നു. സെബാസ്റ്റ്യന്റെ തന്നെ സുഹൃത്തായിരുന്ന സതീശൻ എന്ന ചേർത്തല സ്വദേശി തന്നെയാണ് ഈ ഭൂമി ബിന്ദു പത്മനാഭനിൽ നിന്ന് വാങ്ങിയത് എന്നുള്ളതാണ്. സതീശൻ നമ്മളോട് പറഞ്ഞത് ഈ 2006 അവസാനത്തോടു കൂടി ബിന്ദു പത്മനാഭൻ തന്റെ മുന്നിൽ നേരിട്ടെത്തിയെന്നും തന്റെ അമ്പലപ്പുഴയിലെ ദേശീയപാതയോട് ചേർന്നുള്ള 15 സെന്റ് ഭൂമി, അതായത് നല്ല വിലയുള്ള ഭൂമി
വിൽക്കാനായി തനിക്ക് അഡ്വാൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിന്ദു 1.5 ലക്ഷം കൈപ്പറ്റി എന്നുള്ളതാണ്. പിന്നീട് ബിന്ദുവിനെ കണ്ടോ എന്ന ചോദ്യത്തിന് ബിന്ദുവിനെ താൻ കണ്ടിട്ടില്ല, മറിച്ച് അതുമല്ല അതിനോടപ്പുറം 6 മാസങ്ങൾക്ക് ശേഷം എഗ്രിമെന്റ് കഴിഞ്ഞ് കൃത്യം 6 മാസങ്ങൾക്ക് ശേഷം താൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 4 വർഷത്തോളം ആ കേസ് വാദിച്ചാണ് തനിക്ക് ആ ഭൂമി സ്വന്തമായത് എന്നുള്ളതാണ് സതീശൻ വ്യക്തമാക്കിയത്. എന്നാൽ അങ്ങനെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെയല്ല ബോധ്യപ്പെടുന്നത്. കോടതി രേഖകളിൽ ഈ ബിന്ദു അഡ്വാൻസ് നൽകിയെന്ന് ഇവർ പറയുന്ന, അഡ്വാൻസ് കൈപ്പറ്റിയെന്ന് പറയുന്നതിന് കൃത്യം 6-ാം മാസം ഇവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 5 മാസത്തിൽ തന്നെ അനുകൂല വിധി സമ്പാദിച്ച് ഈ സ്വത്തുക്കൾ കോടതിയിൽ വെറും 65,000 രൂപ മാത്രം കെട്ടിവെച്ചുകൊണ്ട് സതീശന് വിട്ട് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൂമി അന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലെ രേഖകൾ തേടിയപ്പോൾ 2006 ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടുവെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നുണ്ട്. 2007 കോടതി വ്യവഹാരങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ 2007 ബിന്ദു പത്മനാഭൻ ആലപ്പുഴ കോടതിയിൽ നിന്ന് അയച്ച സമൻസ് ബിന്ദു പത്മനാഭൻ നേരിട്ട് കൈപ്പറ്റിയതായാണ്. അതായത് കൊല്ലപ്പെട്ട വ്യക്തി 1 വർഷങ്ങൾക്ക് ശേഷം ഈ സമൻസ് നേരിട്ട് കൈപ്പറ്റിയതായാണ് കോടതിയിലെ രേഖകളിൽ ഉള്ളത് എന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് മറ്റ് സഹായങ്ങൾ, ഞെട്ടിക്കുന്ന സഹായങ്ങൾ, അത് സെബാസ്റ്റ്യനിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുന്നത്. 2, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ബിന്ദു ആ സമൻസ് കൈപ്പറ്റിയില്ലായിരുന്നുവെങ്കിൽ അബ്സ്കോണ്ടിങ് ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ഈ വാങ്ങിയ ആളുകൾക്ക് വേഗത്തിൽ കിട്ടില്ലായിരുന്നു. അപ്പോൾ തെറ്റായ ഒരു അഡ്രസ്സ്, അതായത് ബിന്ദു പത്മനാഭന്റെ മാവേലിക്കരയിൽ ഉള്ള ഏതോ ഒരു തെറ്റായ അഡ്രസ്സിലാണ് ഈ സമൻസ് പോയിരിക്കുന്നത്. ആ തെറ്റായ അഡ്രസ്സിൽ കൊല്ലപ്പെട്ട ബിന്ദു പത്മനാഭൻ ആ സമൻസ് കൈവശം സ്വീകരിച്ചു എന്നുള്ളതാണ് കോടതി രേഖകളിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ കോടതി രേഖകളിൽ ഈ സമൻസ് എങ്ങനെ ബിന്ദു പത്മനാഭൻ കൈപ്പറ്റി എന്നുള്ള ചോദ്യം ഒന്നാമത്തായി നിലനിൽക്കുന്നു. 2, 5 മാസത്തിനുള്ളിൽ തന്നെ അനുകൂല വിധി സമ്പാദിക്കുന്ന ഈ സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി അതിനുശേഷം പിന്നീട് ആലപ്പുഴ കോടതിയിലെ അന്നത്തെ കേസ് വാദിച്ച ഏറ്റവും പ്രമുഖനായ അഭിഭാഷകൻ ആ സ്വത്ത്, അതായത് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് 5 മാസത്തിനുള്ളിൽ സതീശൻ അനുകൂല വിധി നേടിയെടുത്ത് കൊടുക്കുകയും ആ സ്വത്ത് തൻ്റെ സഹോദരനായി, അനിയനായി ആ ഭൂമി ആ അഭിഭാഷകൻ തന്നെ, ആലപ്പുഴ കോടതിയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകൻ തന്നെ വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന. രാമകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പേരിലാണ് ആ ഭൂമി ഉള്ളത് എന്നുള്ളതാണ് സതീശൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ കോടതിയിൽ ഒരു കേസ് വരുന്നു, ആ കൊല്ലപ്പെട്ട സ്ത്രീ സമൻസ് കൈപ്പറ്റിയെന്നുള്ള അടക്കമുള്ള രേഖകൾ കോടതിയിൽ വരുമ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ, അതിൽ ഉദ്യോഗസ്ഥരടക്കം ഇതിനകത്ത് മറ്റ് തിരിമറികൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭൂമിക്ക് 1.5 ലക്ഷം ബിന്ദു നൽകുന്നു, 65,000 അവർ കോടതിയിൽ കെട്ടിവെക്കുന്നു. അപ്പോൾ അമ്പലപ്പുഴയിൽ ദേശീയപാതയോട് ചേർന്നുള്ള ഈ 15 സെന്റ് ഭൂമിക്ക് ഇത്ര മാത്രം വിലയാണ്. അപ്പോൾ വളരെ തുച്ഛമായ വിലയ്ക്കാണ് ഈ കൊല്ലപ്പെട്ട സ്ത്രീയിൽ നിന്നും ഈ ഭൂമി ഇവരുടെ കൈവശത്തിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ഇതിന്റെ ഇടപാടുകൾ മുഴുവൻ സംശയാസ്പദമാണ്. രണ്ടാമത് ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലെ ഭൂമി 2013 സെബാസ്റ്റ്യൻ കൈക്കലാക്കുന്ന സമയത്ത് ഇവര് തമിഴ്നാട്ടിൽ നിന്നടക്കം ബിന്ദുവിന്റെ സർട്ടിഫിക്കറ്റുകളുടെ വ്യാജരേഖകൾ കൊണ്ടുവന്നിരുന്നു. ബിന്ദു എന്ന പേരിൽ മറ്റൊരു സ്ത്രീയെ ഹാജരാക്കി. അപ്പോൾ ഇത് എല്ലാം സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണോ ചെയ്തത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഉയർന്നു നിൽക്കുകയാണ്. ഐഷയുടെയും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് ഐഷ കൊല്ലപ്പെടുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ബിന്ദു കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഭൂമി തട്ടിയെടുക്കൽ എന്നുള്ള ലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഉണ്ട്. അത് ബിന്ദു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു അക്ഷയ ഖനിയായിരുന്നു, കോടികളുടെ സ്വത്തുക്കളുടെ ഉടമയായിരുന്നു. ആ സ്ത്രീയെ ഇത്തരത്തിൽ ബിന്ദു ഇല്ലാതായാൽ ഈ സ്വത്തുക്കൾ എല്ലാം തങ്ങൾക്ക് ലഭിക്കുമെന്ന് സെബാസ്റ്റ്യൻ മാത്രമാണോ ചിന്തിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇനി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കോടതിയിൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ട വ്യക്തി സമൻസ് സ്വീകരിച്ചു എന്ന് നേരിട്ട് കൈപ്പറ്റിയെന്നു, അതും തെറ്റായ അഡ്രസ്സിൽ പോയിരിക്കുന്ന സമൻസ് എങ്ങനെ കൈപ്പറ്റി എന്നുള്ളതും കോടതിയിൽ രേഖപ്പെട്ടു എന്നുള്ളതൊക്കെ ഉള്ള വിവരങ്ങൾ നിലനിൽക്കുന്നു. എന്തായാലും ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി, കോടതി അടക്കം തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ബിന്ദുവിന്റെ സഹോദരൻ നൽകിയ പരാതിയിന്മേൽ ഇപ്പോൾ സതീശൻ, നമ്മളോട് നേരത്തെ സംസാരിച്ച സതീശൻ എന്ന വ്യക്തിക്ക് അടക്കം ഇപ്പോൾ സമൻസ് പോയിരിക്കുകയാണ്. ഇനി ഇവർ ഇതിനകത്ത് എന്ത് പറയും, അതായത് കൊല്ലപ്പെട്ട വ്യക്തി സമൻസ് സ്വീകരിച്ചത് എങ്ങനെ എന്നതുൾപ്പെടെ, സതീശൻ അല്ല അതിന് ഉത്തരവാദിയെങ്കിൽ ആ ഓഫീസിലുള്ള അല്ലെങ്കിൽ കോടതിക്ക് അകത്ത് എന്ത് സംഭവിച്ചു എന്നൊക്കെ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും കൊലപാതക പരമ്പരകൾക്ക് അപ്പുറത്തേക്ക് മറ്റ് സർക്കാർ ഓഫീസുകളുടെ അടക്കം കൂട്ടായ ഒരു ഇടപെടൽ നടത്തി പലതും തട്ടിയെടുത്തതിന്റെ
പല വിവരങ്ങളുമാണ് ഇപ്പോൾ സത്യം ഒരു കാലഘട്ടത്തിന് ശേഷം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കുമ്പോഴേക്കും ഇതൊരു വലിയ തട്ടിപ്പിലേക്ക് നീങ്ങുകയാണ് എന്ന് വേണം തന്നെ കണക്കാക്കാൻ. ഇത് സെബാസ്റ്റ്യനിൽ മാത്രം ഒതുക്കുന്ന ഒരു കാര്യമല്ല. കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 2006 മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ബിന്ദു പത്മനാഭൻ 2007 തെറ്റായ അഡ്രസ്സിൽ അയച്ച സമൻസ് എങ്ങനെ കൈപ്പറ്റിയെന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ, വലിയ സ്വത്തുക്കളുണ്ടായിരുന്ന ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വകകൾ തട്ടിയെടുക്കാൻ വേണ്ടി അനീഷുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, അശ്രദ്ധമായി കുഞ്ഞിനെ വലിച്ചെടുത്തു എന്നതാണല്ലോ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങോട്ടാണ് കേസ് നീങ്ങുന്നത്? ഹരി, 2024 ജനുവരിയിലായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അന്ന് ചെറുവണ്ണൂർ സ്വദേശിനിയായ അനുശ്രീ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രസവത്തിനായി പ്രവേശിപ്പിക്കപ്പെട്ടത്. എന്നാൽ പ്രസവ സമയത്ത് ഡോക്ടർ ഷമ മുഹമ്മദിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായി എന്ന പരാതിയാണ് അനുശ്രീ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചത്. അശ്രദ്ധമായി ഫോർസെപ്സ് ഉപയോഗിച്ചാണ് കുട്ടിയെ പുറത്തേക്ക് വലിച്ചെടുത്തത്. ഈ അശ്രദ്ധ മൂലമുള്ള ഈ നടപടി മൂലം കുട്ടിയുടെ തലയോട്ടിക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും പിന്നീട് തലയോട്ടി ചുരുങ്ങി ശാശ്വതമായ ഒരു വൈകല്യത്തിലേക്ക് കുട്ടി നീങ്ങുകയും ചെയ്തു. ഒപ്പം അമ്മയ്ക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി, വലിയ സങ്കീർണതകൾ ഉണ്ടായ ഒരു സാഹചര്യം. പിന്നീട് 5 ശസ്ത്രക്രിയകൾ തുടർച്ചയായി നടത്തിയാണ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവർക്ക് മടങ്ങി വരാൻ കഴിഞ്ഞത്. വെറും സാധാരണ പ്രസവമായി മാറിയ ആ കാര്യങ്ങൾക്ക് ഒടുവിൽ ഈ ഗർഭപാത്രം തന്നെ നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അനുശ്രീ എത്തിപ്പെടുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അനുശ്രീയും കുടുംബവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒപ്പം ആശുപത്രിക്ക് മുന്നിൽ നിരവധി തവണ സമരവും പ്രതിഷേധ പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അന്നൊന്നും കേസെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല. ഇതിനൊടുവിലാണ് ഇപ്പോൾ കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം പോലീസിന് ലഭിക്കുകയും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്ത് ഒരുപാട് വാതിലുകളിൽ ഈ കുടുംബം പല വർഷങ്ങളായി തന്നെ, അതായത് 2024 മുതൽ തന്നെ ഈ നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് മുട്ടുന്ന ഒരു കാഴ്ചയുണ്ടായി. നമുക്കറിയാം, കുട്ടിക്ക് വൈകല്യം ഉണ്ടാവുക, ഒപ്പം അമ്മയുടെ ആരോഗ്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നത് വലിയ സാമ്പത്തിക ചെലവും ഒപ്പം ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസികമായ ബുദ്ധിമുട്ടുമൊക്കെയാണ് ഈ കുടുംബത്തിന് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ആ കുടുംബം ഉറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്ത് എന്തായാലും ഒടുവിൽ ഈ ഡോക്ടർ ഷമ മുഹമ്മദിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ സാങ്കേതികമായ ചില നടപടിക്രമങ്ങളുണ്ട്. മെഡിക്കൽ ബോർഡ് കൂടണം. മെഡിക്കൽ ബോർഡ് കൂടി ഈ ആരോഗ്യ സ്ഥിതി, അതായത് അന്ന് ശസ്ത്രക്രിയ നടക്കുന്നതിന് മുമ്പുള്ള സാഹചര്യം, ഈ പ്രസവ സമയത്തുണ്ടായിരുന്ന ആരോഗ്യം, അതിനുശേഷം ഇവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കും. അതിനുശേഷമാവും കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക. എന്തായാലും പ്രാഥമികമായി പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു കൃത്യവിലോപം ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഹരി, അനീഷ്, 2024 സംഭവിച്ച ഈ കാര്യത്തിന് ശേഷം ഏകദേശം 5 തവണയോളം ഇവർക്ക് ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും നാളുകളായി ഈ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല തവണ ഈ നീതിക്ക് വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടം അല്ലെങ്കിൽ ഈ പരാതി നടത്താൻ വേണ്ടിയ പോരാട്ടത്തിലെ അശ്രദ്ധയെപ്പറ്റി എന്താണ് അനുശ്രീയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് ഈ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ കേസെടുക്കാനുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് വഴിതിരിഞ്ഞത്? രണ്ട് കാര്യങ്ങളാണ് ഹരി ഇതിൽ ഉള്ളത്. ഒന്ന്, കുട്ടിയുടെ ആരോഗ്യനില ശാശ്വതമായി തന്നെ തകരാറിലാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ഫോർസെപ്സ് ഉപയോഗിച്ച് അശ്രദ്ധമായി പുറത്തേക്ക് കുഞ്ഞിനെ വലിച്ചെടുക്കുമ്പോൾ തലയൊട്ടിക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ടാവുന്നു. പിന്നീട് ആ പരിക്ക് ഒരു വൈകല്യമായി തന്നെ തലയൊട്ടി ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് മാറുകയും എല്ലാ കാലത്തും വൈകല്യത്തോടുകൂടി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടി മാറപ്പെടുന്നു. ഒപ്പം അമ്മയ്ക്ക് അവർക്കൊരു സാധാരണ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സാധാരണ പ്രസവം എന്ന രീതിയിലാണ്, അതായത് സിസേറിയൻ ശസ്ത്രക്രിയ നടത്തി പോലും കുട്ടിയെ പുറത്തെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ സാധാരണ രീതിയിൽ നടക്കേണ്ടിയിരുന്ന ഒരു പ്രസവം അതിസങ്കീർണമാക്കി മാറ്റിയത് ഈ ഡോക്ടറുടെ ഇടപെടൽ ആണ്, അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധയാണ് എന്ന് അനുശ്രീ പറയുന്നു. ഇതിനുശേഷം പിന്നീട് തുടർച്ചയായി 5 ശസ്ത്രക്രിയകൾക്ക് വിധേയമാവേണ്ടി വരിക എന്നത് അങ്ങേയറ്റം ആരോഗ്യപരമായി മോശം അവസ്ഥയിലേക്ക് ആ സ്ത്രീയെ തള്ളിവിടുന്ന ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു നിലയാണ്. അങ്ങനെ കുട്ടിക്കും പരിക്ക് പറ്റുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് വൈകല്യം പറ്റുന്നു, അമ്മയുടെ ജീവൻ തന്നെ അപകടത്തിലേക്കാവുന്നു. പിന്നീട് അവരുടെ ഗർഭപാത്രം
ഗർഭപാത്രം തന്നെ നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോലും എത്തിപ്പെട്ടു. അങ്ങനെ 2 പേർക്കും അത് വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ പിഴവുണ്ടായ സമയത്ത് മുതൽ തന്നെ ഇവർ നിയമ പോരാട്ടം നടത്തി വരുന്നത്. മനുഷ്യാവകാശ കമ്മീഷനെയും മറ്റതുപോലുള്ള സമിതികളെയും ഒക്കെ അവർ ബന്ധപ്പെട്ടിരുന്നു. പോലീസിൽ പലവട്ടം പരാതി നൽകി. തുടർന്ന് മെഡിക്കൽ കോളേജിന്റെ മുൻവശത്ത് ദിവസങ്ങളോളം സമരം നടത്തുന്ന അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഇത്ര നാളുകൾ നീണ്ട ഈ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് ഒരു നീതി നിഷേധം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായി എന്നത് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പോലീസിന് അവരുടെ ഭാഗത്തുള്ള തെളിവുകൾ പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരസമാഹരണം നടത്തിയപ്പോഴൊക്കെ ഒരു പിഴവ് സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസെടുത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത്. ഇനി മെഡിക്കൽ ബോർഡ് അടക്കം കൂടി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം. ഒരുപക്ഷെ ഈ ഹർഷീനെയൊക്കെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയോ അധികൃതരെ സമീപിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മറ്റ് കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അതും ചെയ്യേണ്ടി വരും. എന്തായാലും പ്രാഥമികമായി തന്നെ കേസെടുത്തിരിക്കുന്നു. ഇനി അതിന്മേലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്ന മുറയ്ക്കാവും മറ്റു കാര്യങ്ങൾ അവർ പറയും. അനീഷ്, പ്രാഥമികമായ അന്വേഷണമാണെന്ന് മനസ്സിലാകുന്നു. എന്തായാലും കേസെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള നീക്കത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്തു നിന്ന്? അതോ ഇനി വരും മണിക്കൂറുകളാണോ ലഭിക്കുക? പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പരിശോധനകളൊക്കെ നടത്തി ചികിത്സാ രേഖകളൊക്കെ പരിശോധിച്ചിട്ട് കേസെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ കുട്ടിക്കൊരു സ്ഥിരമായ വൈകല്യം ഉണ്ട് എന്നത് വിലയിരുത്തപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഇവർക്ക് നടന്ന ശസ്ത്രക്രിയകൾ 5 ശസ്ത്രക്രിയകൾ പിന്നീട് നടന്നതിൻ്റെ രേഖകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മെഡിക്കൽ ബോർഡാണ് കൂടി ഈ DMO ഒക്കെ സംഘടിപ്പിക്കുന്ന വിദഗ്ധരായ ഡോക്ടർമാർ, പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ പിഴവ് സംഭവിച്ചുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധരായ ആവും ഈ സമിതിയിൽ ഉണ്ടാവുക. അവർ വിശദമായി തന്നെ യോഗം ചേരും. ഇതേക്കുറിച്ചുള്ള ചികിത്സാ രേഖകൾ പരിശോധിക്കും. ഈ കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യ നിലയെക്കുറിച്ചുള്ള വിശദമായ പരിശോധനകൾ നടത്തും. ഇത്തരം പരിശോധനകളൊക്കെ പൂർത്തിയായ ശേഷമാവും ഒരു റിപ്പോർട്ട് പോലീസിന് സമർപ്പിക്കുക. ഈ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാവും ഇനി കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഒരുപക്ഷെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക. ഇവർക്കെതിരെ ക്രിമിനൽ കുറ്റം ഇപ്പോൾ തന്നെ ചുമത്തുന്നുണ്ട്. അതിൻ്റെ ഒരു എത്ര വ്യാപ്തിയുള്ള അല്ലെങ്കിൽ എത്ര വലിയ രീതിയിലുള്ള നിയമ നടപടികളാണ് ഇവർ നേരിടേണ്ടി വരിക എന്നത് ഈ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാവും. എന്തായാലും നിയമ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. വ്യക്തമാണ്. നീഷാണ് വിശദാംശങ്ങൾ നൽകി. 2024 ജനുവരിയിൽ നടന്ന കാര്യമാണ്. എന്തായാലും 2.5 വർഷത്തിൽ നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഡോക്ടർ ഷമ മുഹമ്മദിനെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. 5 തവണയോളം ശസ്ത്രക്രിയ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നടത്തേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ ഉള്ളവ അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ ഉണ്ടാകുക. പോലീസിൻ്റെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ഉണ്ടാകുക. പ്രാഥമികമായി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഭൂമി തരം മാറ്റത്തിന് 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ എറണാകുളം കണയന്നൂർ LR തഹസിൽദാരും ഇടനിലക്കാരും റിമാൻഡിൽ. കണയന്നൂർ LR തഹസിൽദാർ ജോസഫ് ആന്റണി ഹേർട്ടിസ്, ഇടനിലക്കാരായ ഷിബിൻ രാജേഷ് എന്നിവരെയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. മൂവാറ്റുപുഴ സബ് ജയിലിൽ അടച്ചത്. എറണാകുളം സ്വദേശിയായ ജിത്തു മാർട്ടിൻ നൽകിയ പരാതിയിലാണ് പ്രതികളെ വിജിലൻസ് പിടികൂടിയത്. ആജ്ഞ രവീന്ദ്രനുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, 2 കാര്യങ്ങളാണ്. ഒന്ന്, മറ്റ് ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമുണ്ടോ? ഇവരിൽ മാത്രമായി ഒതുങ്ങുമോ ഈ കാര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, ഇത് നാളുകളായി ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? മറ്റു പലരിൽ നിന്നും ഇതുപോലെ പണം വാങ്ങിയതായിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഹരി, ഇതിൽ ഈ LR തഹസിൽദാർ ഇത്തരത്തിൽ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായ അന്വേഷണത്തിൽ തന്നെയാണ് വിജിലൻസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട 20 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ കൈക്കൂലി ചോദിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അത് വിവിധ ചർച്ചകൾക്ക് ശേഷമാണ് 10 ലക്ഷം രൂപയായിട്ട് ചുരുക്കിയത്. അത് 2 ലക്ഷം രൂപ കയ്യിൽ പണമായിട്ടും 8 ലക്ഷം രൂപ ചെക്കായിട്ടും നൽകാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് തഹസിൽദാരും അതുപോലെ 2 സഹായികളും കൂടി ഈ പറഞ്ഞതുപോലെ ഒരു മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് കടവന്ത്രയിൽ എത്തുന്നതും അവിടെ വെച്ച്
വെച്ചിട്ടാണ് ഈ ഷിബിൻ രാജേഷ് എന്നീ ഇടനിലക്കാരും അതുപോലെ LR തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടിസുമാണ് കുടുങ്ങിയത്. അത് വിജിലൻസിനെ ഈ ജിത്തു മാർട്ടിൻ നൽകിയ പരാതിയിൽ, അതായത് ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു വലിയ തുക കൈക്കൂലി ചോദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ജിത്തു മാർട്ടിൻ എന്ന ആൾ എറണാകുളം സ്വദേശിയാണ്. അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഈ 3 പേരെയും കൊടുക്കുന്നത്. 3 പേരെയും എന്തായാലും ജയിലിൽ അടച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ സബ് ജയിലിലാണ് 3 പേരും ഉള്ളത്. റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. ഈ തഹസിൽദാർക്കെതിരെ, LR തഹസിൽദാർക്കെതിരെ, ലാൻഡ് റെക്കോർഡ്സ് തഹസിൽദാർക്കെതിരെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിനെതിരെ പരാതികളുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം ഉണ്ടാകും, കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി, ഇങ്ങനെ 2 കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾക്കെതിരെ മുന്നേയും സമാനമായ കേസ് ഉണ്ടാകുന്നു മനസ്സിലാവുന്നു. ഈ വിജിലൻസ് എങ്ങനെയാണ് ഇയാളെ പിടികൂടിയതെന്നത് സംബന്ധിച്ചും ഒരു ധാരണയിലേക്ക് എത്തുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങും. പക്ഷേ ഇത് സ്വാഭാവികമായി 20 ലക്ഷം ചോദിക്കുന്നു, അതിന് പിന്നാലെ 10 ലക്ഷത്തിലേക്ക് നീങ്ങുന്നു. ഈ ഭൂമി തരംമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്? ഏത് രീതിയിലായിരുന്നു? ഹരി, ഈ ജിത്തു മാർട്ടിൻ എന്ന് പറയുന്ന ആളുടെ എളമക്കരയിലുള്ള ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്ര വലിയ ഒരു തുക 20 ലക്ഷം രൂപയുടെ ഒരു കൈക്കൂലി ആവശ്യപ്പെടുന്നതും ഈ LR തഹസിൽദാരും 2 ഹെൽപ്പർമാരുമാണ്, അസിസ്റ്റന്റുമാരുമാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 20 ലക്ഷം രൂപയായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടത്. അത് തുടർന്ന് പിന്നീട് വിവിധ ചർച്ചകൾക്ക് ശേഷം അത്രയും പണം നൽകാൻ കഴിയില്ല എന്ന് ജിത്തു മാർട്ടിൻ അറിയിച്ചതിനെ തുടർന്നാണ് അവർ 10 ലക്ഷം രൂപ എന്നുള്ള ഒരു കരാറിലെത്തിയത്. അതിനുശേഷം അത് 2 ലക്ഷം രൂപ പണമായിട്ടും 8 ലക്ഷം രൂപ ചെക്കായിട്ടും നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇത് വിജിലൻസിനെ അറിയിക്കുകയും ഈ ജിത്തു മാർട്ടിൻ അറിയിച്ചതനുസരിച്ച് വിജിലൻസ് നടപ്പിലാക്കിയ ട്രാപ്പിലാണ് ഈ 3 പേരും വന്ന് പെട്ടത് എന്ന് വേണം പറയാൻ. കടവന്ത്രയിൽ വെച്ച് പണം കൈമാറാനായിരുന്നു തീരുമാനിച്ചത്. ഈ കൈമാറുന്ന സമയത്ത് തന്നെയാണ് വിജിലൻസ് എത്തി കൈയോടെ തൊണ്ടി മുതലോടുകൂടി പിടികൂടുകയായിരുന്നു എന്ന് വേണം. ഇത് ശരിക്കും ജിത്തു മാർട്ടിൻ വിജിലൻസിന് വിവരം അറിയിക്കുകയും വിജിലൻസ് ഒരുക്കിയ കെണിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ട്രാപ്പിലേക്ക് ഇവർ വന്ന് വീഴുകയുമായിരുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും നേരത്തെയും ഇത്തരം നിരവധി കൈക്കൂലി കേസുകൾ ഇത്തരത്തിൽ വിജിലൻസിന്റെ സഹായത്തോടുകൂടി വിജിലൻസിന്റെ സഹായത്തോടുകൂടി പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരം കൈക്കൂലി കേസുകളൊക്കെ നേരിട്ട് വിജിലൻസിനെ അറിയിച്ചാൽ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ തന്നെയുള്ള ട്രാപ്പ് ഉണ്ടാക്കി ആളുകളെ വളരെ വേഗം പിടികൂടാനും ഇത്തരത്തിലുള്ള അഴിമതിക്കാരെ നിർമ്മാർജ്ജനം ചെയ്യാനുമുള്ള നീക്കങ്ങൾ വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് അടുത്തിടെ ഉണ്ടായിട്ടുള്ള നിരവധി സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. അതിലൊന്നുകൂടി എന്ന് വേണം പറയാൻ. വിജിലൻസ് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഈ കെണിയൊരുക്കുകയും അതായത് കൈക്കൂലി നൽകുന്ന പണം ഉൾപ്പെടെ പിടികൂടുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധിയാണ്. എന്തായാലും ഇതൊരു വലിയ അതായത് ഇത്ര വലിയ തുക ഭൂമി തരംമാറ്റത്തിന് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ തഹസിൽദാർക്കെതിരെ വന്നിരിക്കുന്ന പരാതികളിൽ കഴമ്പുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഹരി, ശരി, വ്യക്തമാണ്. എന്തായാലും തഹസിൽദാരും 2 ഇടനിലക്കാരെയുമാണ് പിടികൂടിയതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജിലൻസിന്റെ സംയോജിതമായ ഇടപെടൽ ഉൾപ്പെടെ തൊണ്ടി മുതൽ സഹിതമാണ് ഇവരെ പിടികൂടിയത്. നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നു, മടങ്ങിയത്. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലെയിനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം തെന്നിമറിഞ്ഞ് വലിയ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ. ഒരേസമയം ദേശീയഗാനവും വന്ദേമാതരവും ആലപിച്ചു. മേയർ ദേശീയഗാനം പാടിയപ്പോഴാണ് BJP കൗൺസിലർമാർ വന്ദേമാതരം പാടിയത്. BJP കൗൺസിലർമാർ വന്ദേമാതരം ആലപിക്കുന്നത് അറിയിച്ചില്ലെന്ന് മേയർ ഒ സദാശിവം പറഞ്ഞു. അനവസരത്തിലുണ്ടായ നടപടി ചടങ്ങിന് അഭംഗിയുണ്ടാക്കിയെന്നും മേയർ പറഞ്ഞു. സാധാരണ പോലെ സ്വാതന്ത്ര്യദിനത്തിന്റെ പതാക ഉയർത്തി അതേപോലെ തന്നെ ജനഗണമന പാടി പിരിയാണ് ചെയ്തത്. സാധാരണ നാം ചെയ്യാറുള്ളത് പോലെ തന്നെയാണ്. പിന്നെന്താ ഒരിക്കലുമില്ല, ഒരാൾ പോലും ഒരു കാര്യം പറഞ്ഞില്ല. ഈ നിമിഷം വരെ, ഇന്നലെ മുതൽ ഈ നിമിഷം വരെ അങ്ങനെ ഒരു കൗൺസിലർമാരും അവരവിടെ വരുമെന്ന് പോലും അറിയിച്ചില്ല. ഉറപ്പായിട്ട് പിന്നെ എല്ലാ കൗൺസിലർമാർക്കും അറിയിപ്പ് കൊടുക്കും, വരുന്നവർ വന്നു ചേരും. അപ്പോൾ മുഴുവൻ പേരൊന്നും വരാറില്ല സാധാരണ. പക്ഷെ ഇന്ന് അവർ വരുന്നത് പോലും നമുക്ക് അറിയില്ല. വരട്ടെ, അവർ വരേണ്ടതാണല്ലോ. അവർ പറയുന്ന നിയമപരമായ നടപടി ചെയ്യും. അതെ 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 അതെ, അത് തീർത്തും തെറ്റാണ്. കാരണവും വന്ദേമാതരം ആലപിക്കുന്നതിനെ തടയരുത്, തടഞ്ഞിട്ടില്ല താനും. കാരണം വന്ദേമാതരം ആലപിക്കേണ്ടവർക്ക് ആലപിക്കാമല്ലോ. അതിനൊരു കാരണവശാലും നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. നമ്മളത് ആലപിച്ചില്ല, ഇല്ല, ഒരിക്കലും ഉണ്ടായില്ല. വന്ദേമാതരം ആലപിച്ചതിനെ ന്യായീകരിച്ച് BJP കൗൺസിലർമാരും രംഗത്തെത്തി. മേയർ ദേശീയ പതാക ഉയർത്തി ആശംസ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്ദേമാതരം എന്ന് പറഞ്ഞ് വന്ദേമാതരം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിനിടയിൽ ദേശീയഗാനം പാടിക്കൊണ്ട് വന്ദേമാതരത്തെയും ദേശീയഗാനത്തെയും അപമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, വന്ദേമാതരം പാടിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാം. ആ സമയത്ത് മേയറും ഡെപ്യൂട്ടി മേയറും തിരിഞ്ഞു നടക്കുകയാണ്. ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് തന്നെ പറയാം. ഒരു സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തുന്നത് അതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. അവിടെ ഉണ്ടായിരുന്ന ധീര ബലിദാനികളുടെ, ധീര ജവാന്മാർക്ക് നൽകുന്ന ഒരു ആദരവ് കൂടിയാണ് സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്തിക്കൊണ്ട് ആഘോഷിക്കുന്നത്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഊർജ്ജം പകർന്നു നൽകിയിട്ടുള്ള ഗീതത്തെ അപമാനിച്ചുകൊണ്ട് ആ ഗീതം ആലപിക്കുന്ന സമയത്ത് തിരിഞ്ഞു നടക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ദേശസ്നേഹത്തോട് തന്നെ, ദേശസ്നേഹികളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഭരണഘടന ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഭരണപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേമാതരവും ഒരേ സമയം ആലപിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ ABJ ജോസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തു. അനീഷ് കുമാറിന്റെ വിശദാംശങ്ങളുമായി. അനീഷ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ചേരി തിരിഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് പരസ്പരം ചേരിയായി നിന്നുകൊണ്ടാണ് വന്ദേമാതരവും ജനഗണമനയും ആലപിക്കുന്നത് നമ്മൾ കണ്ടത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, BJP കൗൺസിലർമാർ പറയുന്നത് മേയറെ അറിയിച്ചിട്ടാണ് ആലപിച്ചത് എന്നുള്ളതാണല്ലോ. എന്നാൽ ഡെപ്യൂട്ടി മേയർ അത് നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് പക്ഷക്കാരും അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ഇത് പറയുമ്പോൾ ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിരുന്നോ? മേയറുടെ വാക്കുകൾ പ്രകാരം അങ്ങനെ കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൗൺസിലർമാർ പറയുന്നത് അറിയിച്ചു എന്ന് തന്നെയാണല്ലോ.
തീർച്ചയായും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നുണ്ടായത്. രാവിലെ അവിടെ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കാൻ ആരംഭിക്കുന്നു. ആ സമയത്ത് മേയർ ഒ സദാശിവൻ അദ്ദേഹം തൻ്റെ ഹ്രസ്വമായ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. അതിനുശേഷം ദേശീയ ഗാനം എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പാടി തുടങ്ങുകയായിരുന്നു. ഈ പാട്ട് അല്ലെങ്കിൽ ദേശീയ ഗാനം പാടാൻ തുടങ്ങിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ BJPയുടെ കൗൺസിലർമാർ ഇന്ന് BJP കൗൺസിലർമാർ ഏറിയ പങ്കും ഇന്ന് അവിടെ എത്തുകയും ചെയ്തിരുന്നു. അവർ ഈ ദേശീയ ഗാനം പാടി ചൊല്ലിയതിന് തൊട്ട് പിന്നാലെ തന്നെ വന്ദേമാതരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ദേമാതരം പാടാനും ആരംഭിക്കുകയായിരുന്നു. നമുക്കറിയാം ഇതിൻ്റെ രണ്ടിൻ്റെയും സമയ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ട്. മേയർ അടക്കമുള്ള ആളുകൾ ഒരു വശത്ത് ദേശീയഗാനം പാടി അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങുന്നു. മറുവശത്ത് അപ്പോഴും ഈ വന്ദേമാതരം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു BJP കൗൺസിലർമാർ. അവർ പറയുന്നത് നേരത്തെ ഇക്കാര്യം മേയറെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറെയൊക്കെ അറിയിച്ചിരുന്നു, വന്ദേമാതരം ഇന്നത്തെ ചടങ്ങിൽ പാടും എന്നത്. പക്ഷേ അത് സമ്മതിച്ചില്ല. ഒപ്പം ഈ രണ്ട് ഗാനവും ഒരേ സമയത്ത് പാടുന്ന വഴി രണ്ട് ഗാനങ്ങളെയും അപമാനിക്കുന്ന നിലപാടാണ്, ദേശദ്രോഹ നിലപാടാണ് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. കാരണം ദേശീയ ഗീതം പാടിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് നടന്നു കളഞ്ഞ സമീപനം ശരിയല്ല എന്നാണ് BJP പറയുന്നത്. പക്ഷേ മേയർ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് തനിക്കൊരു അറിയിപ്പ് കിട്ടിയില്ല, അല്ലെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാനത്തെ പ്രധാന പരിപാടികൾക്കുമൊക്കെ ഇന്ന് ദേശീയ ഗാനം മാത്രം പാടുന്ന രീതിയിലാണ് അത് ആ ചടങ്ങ് തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു മാറ്റം ആരും പറഞ്ഞിരുന്നില്ല. ഒപ്പം സാധാരണ ഗതിയിൽ ഒരുപാട് കൗൺസിലർമാരൊന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കാറില്ല. കാരണം പല വാർഡുകളിലും പല സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ഒരുപാട് ചടങ്ങുകൾ നഗരസഭയുടെ കോർപ്പറേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സാധാരണ രീതിയിൽ വിരലിലുണ്ടാവുന്ന അംഗങ്ങൾ മാത്രമാണ് ഈ ചടങ്ങിന് എത്തുക. പക്ഷേ ഇന്ന് കൂടുതൽ കൗൺസിലർമാർ BJPയുടെ എത്തുകയും ചെയ്തു. എന്തായാലും ഈ ഇന്നത്തെ പരിപാടിയുടെ ഒരു അജണ്ട നിശ്ചയിക്കേണ്ടത് മേയറാണ്, അല്ലെങ്കിൽ കോർപ്പറേഷനിലെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരാണ്. നമുക്കറിയാം ഈ ജില്ലാ തലങ്ങളിലെയും സംസ്ഥാന തലങ്ങളിലെയും ഒക്കെ പരിപാടികൾ നടക്കുമ്പോൾ ഈ പതാക ഉയർത്തൽ ചടങ്ങിന് ഒരു കൃത്യമായൊരു ഡെക്കോറമുണ്ട്, അതിന് കൃത്യമായൊരു അജണ്ടയുണ്ട്. അതനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ഇവിടെയും മേയർ തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഔദ്യോഗികമായ സംവിധാനത്തിൽ തീരുമാനിച്ചിരുന്നത് ദേശീയ ഗാനം പാടാൻ വേണ്ടി തന്നെയായിരുന്നു. ഇത്തരം ഒരു ദേശീയ ഗീതം പാടാൻ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP പറയുന്നത് തങ്ങൾ അറിയിച്ചു എന്ന് പറഞ്ഞു പാടുകയും ചെയ്യുന്നു. എന്തായാലും ഈ രണ്ട് ഒരുമിച്ച് പാടിയ ഈ കാര്യം ഒരു വലിയ വിവാദമായി മാറുന്നു. എന്തായാലും ഇവിടെ കോർപ്പറേഷനെ പിന്തുണച്ച് അല്ലെങ്കിൽ മേയറെ പിന്തുണച്ച് പ്രധാന പ്രതിപക്ഷമായ UDF-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. അവരും പറയുന്നത് ഈ ചടങ്ങ് അലങ്കോലമാക്കുന്ന ഒരു ഇടപെടലാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ദേശീയ ഗാനം പാടുമ്പോൾ അതിനോടൊപ്പം തന്നെ ദേശീയ ഗീതവും പാടി രണ്ട് ഗാനങ്ങളെയും അപമാനിക്കുന്ന നിലപാടാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. BJP കൗൺസിലർമാർക്കെതിരെ ദേശദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് പക്ഷവും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. BJPയും പരാതി നൽകിയിരിക്കുന്നു, UDF-ഉം പരാതി നൽകിയിരിക്കുന്നു. ഒപ്പം ഈ പരാതി നൽകുന്ന അടക്കമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കും എന്നാണ് മേയർ നേരത്തെ അറിയിച്ചത്. നിലവിൽ അദ്ദേഹം പരാതി നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇരുപക്ഷവും പരാതി നൽകിയ സാഹചര്യത്തിൽ തങ്ങളുടെ പരിപാടി അലങ്കോലപ്പെടുത്തി അല്ലെങ്കിൽ ദേശീയ ഗാനത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഒരു പക്ഷേ കോർപ്പറേഷൻ ഔദ്യോഗികമായി തന്നെ ഒരു പരാതി നൽകുന്നതിനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പോലീസ് ഏത് രീതിയിൽ ഇക്കാര്യത്തിൽ നടപടിയെടുക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ദൃശ്യങ്ങളടക്കം പരിശോധിക്കും, മറ്റു കൗൺസിലർമാരുടെ ഒക്കെ അടക്കം മൊഴിയെടുത്തിട്ടായിരിക്കും ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് വ്യക്തമാണ്. അനീഷ്, എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നതെന്ന് വ്യക്തമാണ്. ഒരേ സമയം ദേശീയ ഗാനവും ദേശീയ ഗീതവും ആലപിച്ച നടപടിയാണ് നമ്മൾ കാണുക. എന്നും ചേരി തിരിഞ്ഞുകൊണ്ടാണ് ഉണ്ടായത്. സനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറത്ത് ബ്യൂട്ടി പാർലറിൽ മുടി മുറിക്കാൻ എന്ന വ്യാജേന MDMA വിൽപ്പനയ്ക്ക് എത്തിയ യുവാവ് അറസ്റ്റിൽ. കരിപ്പോൾ സ്വദേശി VT ഷറഫുദ്ദീനെയാണ് കുറ്റിപ്പുറം എക്സൈസ് സംഘം പിടികൂടിയത്. ഓണവിപണി ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്ക് എത്തിച്ച 3.2 ഗ്രാം MDMAയും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ജിഷാദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ജിഷാദ്, ഇയാൾ എങ്ങനെയാണ് പിടികൂടിയത്? ഹരി, ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിരുന്നു ഇന്നലെ ഈ പരിശോധന നടക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ യുവാവ് ഈ കാവുംപുറം ബ്യൂട്ടി പാർലറിൽ എത്തുന്നത്. മുടി മുറിക്കാനെന്ന വ്യാജേനയായിരുന്നു എത്തിയത്. ഇതേ സമയം എക്സൈസ് സംഘം ഇയാളെ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു. ഈ മുടിവെട്ടാൻ എന്ന വ്യാജേന കടക്കുള്ളിൽ നിന്നാണ് എക്സൈസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. കരിപ്പോൾ സ്വദേശി ഷറഫുദ്ദീനാണ് ഈ സംഭവമായി അറസ്റ്റിലാവുന്നത്. 3.2 ഗ്രാം MDMA ഇയാളെ ദേഹത്തു നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ട് ഇയാളെ എക്സൈസ് സംഘം പിന്തുടരുന്നുണ്ടായിരുന്നു. ഇതറിയാതെയായിരുന്നു യുവാവ് ഇന്നലെ ഈ ബ്യൂട്ടി പാർലറിൽ എത്തുന്നത്. ശേഷം MDMAയുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്നും
3.2 ഗ്രാം പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇയാൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നതെന്നും അതുപോലെ തന്നെ എവിടേക്കാണ് ഈ വിൽപ്പന നടത്തുന്നതെന്നും എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ദേഹത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA കണ്ടെത്തിയെടുക്കുന്നത്. എന്തായാലും ഇന്റലിജൻസ്, മലപ്പുറം എക്സൈസ് ഇന്റലിജൻസിന്റെയും അതുപോലെ തന്നെ എക്സൈസിന്റെയും സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് ഈ MDMA പിടിച്ചെടുക്കുന്നത്. യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മാത്രമല്ല യുവാവ് 25 വയസ്സ് മാത്രം പ്രായമായ യുവാവാണ്. ഇയാള് ചെറിയ കുട്ടികൾക്കടക്കം ഈ MDMA നൽകിയിട്ടുണ്ടെന്നും എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 3.2 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഹരി, ശരി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഇയാളെ പിടികൂടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജിഷാദാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.